സിനിമ അപ്ഡേഷനാണ്. തുടക്കത്തിനെ കുറിച്ചിട്ട് നിലവിൽ പറയാൻ പറ്റുന്നത് എന്താണ്? പ്രേക്ഷകർ ഒരുപാട് കാത്തിരിക്കുന്നതാണ്. പ്രണവ് മോഹൻലാലിനെ നമുക്ക് സ്വീകരിച്ചു. അപ്പൊ ഇനി വിസ്മയ മോഹൻലാലിനെ നമുക്ക് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ തുടക്കത്തിലെ ഭാഗമായുള്ള ഒരാളെന്ന നിലയിൽ എന്താ പറയാൻ പറ്റുന്നത്? തുടക്കത്തിൻ്റെ ഭാഗമായെന്നുള്ള നിലയിൽ തുടക്കം ഒരു ഗംഭീര സിനിമയായിരിക്കും. അതൊരു ഇത്രയും വലിയൊരു ബാനറിൽ ആൻ്റണി പെരുമ്പാവൂർ നിർമ്മിച്ച് ലാൽ സാറിൻ്റെ മോളും ആൻ്റണി ചേട്ടൻ്റെ മോനും വില്ലൻ കഥാപാത്രം ചെയ്യുന്നത്. ഞാനും ആൻ്റണി ചേട്ടൻ്റെ മോനുമാണ് അതിനകത്തെ വില്ലൻ ക്യാരക്ടേഴ്സ്. അതാണ് അതിനകത്ത് വേണം എനിക്ക് പറയാൻ പറ്റുന്ന അപ്ഡേറ്റ് എനിക്ക് പറയാം. അതെ, വില്ലൻ എന്ന് പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഈ തുടക്കം എഴുതി കാണിക്കുമ്പോൾ അതിന്റെ തുടക്കത്തിന്റെ ഒരു പഞ്ചിന്റെ ഒരു ഇത് കാണുന്നുണ്ട്. എന്താണ് മൊത്തത്തിൽ അങ്ങനെ തന്നെയാണ് ഒരു ബോക്സിംഗ് പരിപാടി? അതാണോ? എനിക്ക് അങ്ങനെ സിനിമയെ കുറിച്ച് കൂടുതൽ റിവീൽ ചെയ്യാൻ പറ്റത്തില്ല മോനെ. പക്ഷേ അതൊരു കുറേ ആക്ഷൻ സീക്വൻസ് ഒക്കെ ഉള്ളൊരു പടമാണ്. ഉറപ്പായിട്ടും കുറേ ആക്ഷൻസ് ഉള്ള പടമാണ്. നല്ല എനിക്കൊക്കെ നല്ല ഫൈറ്റ് ഉണ്ട്. അറിയില്ല എനിക്ക് ഇതുവരെ അറിയത്തില്ല. സാറ് ലൊക്കേഷൻ വന്ന ദിവസം കറക്റ്റ് ഞാൻ എൻ്റെ ഷൂട്ട് തലേ ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വേറെ സിനിമയുടെ ലൊക്കേഷനോട് ജോയിൻ ചെയ്ത ദിവസമാണ് ലാൽ സാർ വന്നത്. ലാൽ സാർ ഞാൻ അഭിനയിച്ച സീൻസും കാര്യങ്ങളൊക്കെ കണ്ട് ഗംഭീര അഭിപ്രായം പറഞ്ഞു. പ്രസ് മീറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബബ്ബയിൽ ലാലേട്ടൻ്റെ കൂടെ ചാൻസിന് ഉണ്ടായിരുന്നു. പക്ഷെ എന്തോ കാരണവശാൽ പോയി. എന്തോ കാരണമല്ല, ഞാൻ ഈ ആഘോഷം എന്ന് പറയുന്ന സിനിമയുടെ ലാസ്റ്റ് 2 ദിവസത്തെ ഷെഡ്യൂൾ 2 ദിവസത്തെ ഷൂട്ടായിരുന്നു. ഞാൻ അവിടുന്ന് പോന്നു കഴിഞ്ഞാൽ ആ സിനിമ അവിടെ ഷൂട്ടിങ്ങിൽ നിന്ന് പോകും. പിന്നെ ഞാൻ അവരോട് പറഞ്ഞ് ഒഴിവാണ്ട് വന്നു. കാരണം അല്ലെങ്കിൽ ഞാൻ ആ സിനിമയ്ക്ക് എങ്ങനെ പോയിരുന്നെങ്കിൽ ഈ സിനിമ നടക്കില്ല. അതുകൊണ്ട് പിന്നെ പക്ഷേ ഞാൻ ഇനി നല്ലൊരു ക്യാരക്ടർ കിട്ടുമെന്നുള്ള എനിക്കറിയില്ല. ലാൽ സാറിൻ്റെ കൂടെ ഉള്ള സമയമുള്ള റൈറ്റ് ഹാൻഡ് അങ്ങനത്തെ എന്തോ ഒരു ക്യാരക്ടറാണ്. അതേപോലെ തന്നെ ദൃശ്യം 3-ലും ഉണ്ടായിരുന്നു. ദൃശ്യം 3-ലും എനിക്ക് അന്ന് ജിസാർ വിളിച്ചപ്പോൾ ഞാൻ അൺഫോർച്ചുനേറ്റ്ലി UK-ലായി പോയി. ആ ഡേറ്റിന് പർട്ടിക്കുലർ ഡേറ്റിന് പിന്നെ എനിക്ക് വരാൻ പറ്റിയില്ല. വരും, ഇനി സിനിമ വരുമെന്നുള്ള ഉറപ്പായിട്ടുമുള്ള പ്രതീക്ഷയുണ്ട് എനിക്ക്. തുടക്കം മൊത്തത്തിൽ എത്ര ഡേറ്റ്സ് ആണ് തുടക്കം? എനിക്ക് ഓൾമോസ്റ്റ് 40ഓളം ദിവസം. വലിയ ത്രോട്ടുള്ള റോളാണ്. നല്ല പണിയുള്ള നല്ല ജോലിയുള്ള സിനിമയാണ്. ത്രൂ ഔട്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷേ അത്യാവശ്യം കുറേ ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ദിവസങ്ങൾ കൂടുതലാണ്. പണിക്ക് ശേഷം ഒരു ഫൈറ്റ് ഒക്കെ കൂടുതൽ കാണാൻ സാധിക്കുന്നത് തുടക്കത്തിലായിരിക്കും. തീർച്ചയായിട്ടും പണിയിൽ അല്ല, കുറേ ആക്ഷൻ സീക്വൻസ് ഉള്ള പടമാണ്. പണിയിൽ എനിക്ക് അങ്ങനെ ആക്ഷൻ സീക്വൻസ് ഉള്ളതല്ല, ഒരു ചെകിട്ടത്തടി മാത്രമല്ലേ ഉള്ളൂ. ഇത് നല്ല ഫൈറ്റ്സ് ഉണ്ട്. ഓക്കെ, പണീനെ പറ്റി പറഞ്ഞത് കൊണ്ട് ചോദിച്ചവരുടെ അടുത്ത ഡയറക്ഷന് റൂമേഴ്സ് ഇങ്ങനെ ഡിസംബറിൽ പണി 2 സ്റ്റാർട്ട് ചെയ്യുന്നൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം അതിനെക്കുറിച്ച് വിവരങ്ങളൊന്നും ഇല്ല. ഇപ്പം എന്താണ് അടുത്ത സുഹൃത്ത് എന്ന നിലയിൽ ചോദിക്കുന്നത്? തീർച്ചയായിട്ടും എനിക്ക് അപ്ഡേറ്റ്സ് ഒന്നും ഇല്ല. പണി 2 മാർച്ചിലോ മറ്റോ തുടങ്ങുന്ന കേട്ടു. ഞാനില്ല സിനിമയിൽ, കാരണം ടോട്ടലി ഡിഫറെൻറ്റ് കഥയാണ്. ഞാനില്ല. എല്ലാം പണി 1 പോലെ തന്നെ ടോട്ടലി പുതിയ ആൾക്കാരെ എല്ലാം വെച്ചാണ് ജോജു ഡിസൈൻ ചെയ്തത്. വേറെ കഥയാണ്. എനിക്കറിയില്ല. എനിക്കറിയില്ല. എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. പ്രണവ് ഉണ്ടോന്ന് പോലും എനിക്കറിയത്തില്ല. എന്നോട് എൻ്റെ ക്യാരക്ടർ മാത്രമേ പറഞ്ഞുള്ളൂ. ഇവൻ ലാൽ സാർ ഉണ്ടെന്ന് പോലും ഞാൻ പൂജയുടെ എന്നാണ് അറിയുന്നത്. ആയിരിക്കും. നമുക്കിങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ കുറേ ആൾക്കാരോട് ട്രാവൽ ചെയ്യുമ്പോൾ കിട്ടുമല്ലോ. അപ്പം അതിനായിരിക്കും. ഞാൻ മോനെന്ന് വിളിക്കാറുണ്ടോ? ആണോ? ചിലപ്പോൾ ആയിരിക്കും. അല്ല, ഞാൻ അങ്ങനെ പൊതുവെ വിളിക്കാറുണ്ട് മോനെ. ഇഷ്ടമുള്ളവരല്ലേ വിളിക്കുന്നത്. മലയാളികൾ എന്തെങ്കിലും പ്രസ് മീറ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോഴും പ്രണവിനെയും ലാലേട്ടനൊക്കെ ഒരുമിച്ച് കാണുന്നത്. പക്ഷെ ഇപ്പോൾ ബോബിച്ചേട്ടൻ സ്ഥിരമായിട്ട് കാണുന്നത് അതിൻ്റെ ഫൂട്ടേജ് റീല് ലീക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരുപാട് റീല് നിലവിൽ കയ്യിലുണ്ട്. എൻ്റെ ഈ കുറച്ച് നല്ല മൊമെൻറ്റ്സുകളൊക്കെ ഉണ്ട്. ഒരുപാട് നല്ല മൊമെൻറ്റ്സുകളുണ്ട്. ഞാൻ ഇവരുടെ 2 പേരുടെ ഒപ്പമൊക്കെ എനിക്ക് യാത്ര ചെയ്യാൻ പറ്റിയത് വലിയ അനുഗ്രഹമല്ലേ. ആർക്കും കിട്ടാത്ത മൊമെൻറ്റ്സ് ഒക്കെ. അപ്പോൾ അതിൻ്റെ ഫോട്ടോസ് സ്റ്റിൽസും ഒക്കെ ഉണ്ട്. അങ്ങനെ പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ആയിരുന്നു അത്. ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ച് ഇത്രയും വൈറലാവുന്നു. അതാണ് 20 മില്യൺ മറ്റായി. വൈറലാവും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇതിലുള്ള ആരാണ്? അപ്പൊ അടുത്തൊരു വൈറലിന് വേണ്ടി ഞങ്ങൾക്ക് എന്തെങ്കിലും കാണിക്കാൻ പറ്റും. അടുത്ത വീഡിയോ ഞാൻ പതുക്കെ സസ്പെൻസ് ആണ്. ഓരോന്ന്. പിന്നെ അങ്ങനെയല്ലല്ലോ, നമുക്ക് അദ്ദേഹത്തിൻ്റെ അങ്ങനത്തെ ഫോട്ടോസോ കാര്യങ്ങളൊന്നും അങ്ങനെ പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള ഫോട്ടോസ് അല്ല. എന്ന് വെച്ചാൽ അവർ അപ്പനും മോനും ഉള്ള വീഡിയോസ് തന്നെയാണേലേ അവരുടെയൊക്കെ പെർമിഷൻ വേണ്ടേ. നമുക്ക് ചുമ്മാ എടുത്ത് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്തൊരു ചോദ്യം അവിടുന്ന് അതിൻ്റെ നിർമ്മാതാക്കളോട് അവരോട് ചോദിക്കണം. ശരിയാണല്ലേ, ഒരു സക്സസ് മീറ്റ് വേണ്ടായിരുന്നു. എല്ലാവരും തിരക്കായി പോയി കാണാം. അതുകൊണ്ടാണ് സിനിമ ഇങ്ങനെ നടക്കുകയല്ലേ.
ബബ്ബ ഞാൻ കണ്ടു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി പടം. അത് ആ രീതിയിലാണ് അവരത് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ആ രീതിയിൽ പടം നല്ല എൻ്റർടൈനിങ് ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്ന് പറഞ്ഞാൽ അതിപ്പോൾ ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാട്. ഇത് സിനിമ എന്ന് പറയുന്നത് 2-2.5 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ നമ്മൾ തിയേറ്ററിൽ വന്ന് നമ്മൾ ടിക്കറ്റ് എടുത്ത് കയറി കഴിയുമ്പം നമുക്കത് എന്താണ് ഫണ്ണാണ് വേണ്ടത്. നമ്മൾ ആ 3 മണിക്കൂർ വേറെ ഒന്നും ചിന്തിക്കാതെ ആ തിയേറ്ററിൽ ഇരിക്കുന്ന ആ മൂമെൻ്റ് ആ സിനിമ തരുന്നില്ലേ? തീർച്ചയായിട്ടും തരുന്നുണ്ട്. അതാണ് സിനിമയ്ക്ക് വേണ്ടത്. അല്ലാതെങ്കിൽ ലോജിക്കലി അങ്ങനെ കഥാപരമായിട്ട് അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽ ഇരുന്ന് അതിൻ്റെ മേക്കേഴ്സ് തന്നെ പറഞ്ഞിട്ടുണ്ട്. സിനിമ തുടക്കത്തിന് എഴുതി കാണിക്കുന്ന നോ ലോജിക്കുന്ന. സോ നമുക്ക് അങ്ങനെ കാണാൻ പറ്റുള്ളൂ. ഞാൻ തീർച്ചയായിട്ടും നന്നായിട്ടുണ്ടായിട്ടുണ്ടല്ലോ. അതിപ്പോൾ ദിലീപേട്ടനായതിൻ്റെ ഇഷ്യൂസ് ഉണ്ടാകും, ഒരുപാട് അനാവശ്യ ടോക്കുകൾ കാര്യങ്ങൾ സിനിമയുമായിട്ട് ബന്ധപ്പെടുത്തി എങ്ങനെ ഒരു സിനിമയും ആ കലയും തകർക്കുക എന്നുള്ള രീതിയിൽ കുറേ പേര് പ്രവർത്തിക്കുന്നുണ്ട്. അത് ഈ സിനിമ ദിലീപേട്ടൻ്റെ സിനിമ എന്നല്ല, എല്ലാവരുടെയും സിനിമയ്ക്കുണ്ട്. അതിപ്പം എനിക്ക് അറിയാൻ പറ്റില്ല അത് വല്ലതും ചെയ്യാൻ പറ്റുന്ന ഇവിടുത്തെ നിയമകാര്യങ്ങളും ഒന്നും നമ്മളെ അനുവദിക്കുന്നില്ല ഒന്നും. അപ്പം സഹിക്കുക. ഇത് ഞാൻ പറഞ്ഞു, ഇത് ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങണം. ഒരു വ്യക്തിയുടെ അഭിപ്രായമല്ല ഒരു സിനിമ എന്ന് മാത്രമല്ല ഒന്നും. ഇപ്പോൾ ഒരു നല്ല ഷർട്ട് മേടിച്ചിട്ട് ആ ഇടുന്നവന് നല്ല കംഫർട്ടായിരിക്കും, പക്ഷെ കാണുന്നവന് ചിലപ്പം ഇതെല്ലാം ഓരോരുത്തരുടെ ടേസ്റ്റാണ്. അതിപ്പോൾ ആ രീതിയിൽ സിനിമയെ എടുക്കാവുള്ളൂ. മനസ്സിലായി? ഓക്കെ.